ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. വേറൊന്നുമല്ല, വിറ്റിലിഗോയുടെ ലക്ഷണങ്ങള്. ഇത് വിറ്റിലിഗോ തന്നെയാണോ, എല്ലാ പാടുകളും വിറ്റിലിഗോ തന്നെയാണോ എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. കാണുന്ന എല്ലാ വെളുത്ത പാടുകളും വിറ്റിലിഗോ അല്ല, വെള്ളപ്പാണ്ടല്ല. അത് വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ട് വരുന്നതുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരുന്ന പാടുകളും ഉണ്ടാവാറുണ്ട്. എല്ലാ പാടുകളും വിറ്റിലിഗോ അല്ല, ആദ്യമേ തന്നെ അത് പറയാം. വിറ്റിലിഗോ ആണോ എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറോട് ചോദിക്കുക. അപ്പൊ ഡോക്ടർമാർക്ക് അറിയാലോ ഇത് വിറ്റിലിഗോ ആണോ അതോ വൈറ്റമിന്റെ എന്തെങ്കിലും കുറവാണോ എന്നുള്ളത് അവര് പറയും. പിന്നെന്ന് വെച്ചാൽ വിറ്റിലിഗോയുടെ ലക്ഷണങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് വരിക, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ആദ്യമായിട്ട് കാണുക, ഈ വിറ്റിലിഗോ തന്നെയാണോ എന്ന് നമുക്ക് തന്നെ സ്വയം ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് ആദ്യം ചില സ്പെസിഫിക് ഏരിയകളിലാണ് വിറ്റിലിഗോ വരുന്നത്. അതായത് ഈ വിരലിന്റെ ഈ നഖത്തിന്റെ തുമ്പത്തായിട്ട് ചിലർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ മൂക്കിന്റെ ഈ സൈഡുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കണ്ണിന്റെ ഈ സൈഡിൽ വരാൻ ചാൻസ് ഉണ്ട്, പുരികത്തിൽ വരാം. പിന്നെ അതുപോലെ ഈ ഭാഗങ്ങളിലായിട്ട് വിറ്റിലിഗോ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് വന്നത് ഫസ്റ്റ് ടൈം, അതായത് വിറ്റിലിഗോ ആണെന്ന് പോലും എനിക്ക് അറിയാതിരുന്ന സമയത്ത് എന്റെ കൂടെയുള്ളവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ ചുണ്ടിന് എന്താ പറ്റിയത്? അതായത് ഭയങ്കര ഒരു ചുണ്ടെന്ന് വെച്ചാൽ ഇവിടെയല്ല കേട്ടോ, ഈ ഉൾഭാഗങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഈ ചുണ്ടിന്റെ ഈ സൈഡൊക്കെ, ആ ഭാഗങ്ങളിൽ ഒരു കാക്കച്ചുണ്ട് പോലെയൊക്കെ ഭയങ്കര റെഡിഷ് ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് അങ്ങനെ അതെന്താന്ന്. ഞാനതൊന്നും അപ്പൊന്നും മൈൻഡേ ചെയ്തിട്ടില്ല, ഉള്ള പറയുന്നതിന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പിന്നെ വന്ന് കണ്ടത് ഇവിടെയായിട്ട് നമ്മളിങ്ങനെ ചന്ദനക്കുറി തൊട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ തൊടില്ല, അതേപോലെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയൊരു പാട് കണ്ടു. ആ പാട് ആണ് വിറ്റിലിഗോ. ഒരു സംശയം തോന്നി. എന്റെ വല്യമ്മയുടെ മോൻ എന്നെ വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്നോട് ചോദിച്ചു, ഇതെന്താ നിനക്ക് പറ്റിയ, നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോവാന്നും പറഞ്ഞു പാലക്കാട് ഒരു സ്കിന്നിന്റെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു പോകുന്നു. വിറ്റിലിഗോയാണ്, വെള്ളപ്പാണ്ടിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. മരുന്ന് കഴിക്കാൻ പറഞ്ഞു, ടാബ്ലറ്റ്സും തന്നു, 2 തരം ഓയിൽമെന്റ് തന്നു. ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, നമ്മളെ പോലെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിലയായിരുന്നു. അന്ന് 700 ചില്ലറ രൂപയൊക്കെ ഒരു ഓയിൽമെന്റിന് തന്നിട്ടുണ്ട്. കുറച്ചാള് പറഞ്ഞിട്ട് ഞാനത് അത്ര വലിയ സീരിയസ് ആക്കിയില്ല, വിട്ടു. ഒന്നാമത് എനിക്ക് പറ്റിയത് തുടക്കത്തിലെ ഞാൻ ഇതിന് വലിയ വേണ്ട കെയർ കൊടുത്തില്ല എന്നുള്ളതാ. അതൊന്ന് അങ്ങനെ. പിന്നെ വെച്ചാൽ നമുക്ക് വരാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാലിന്റെ വിരലുകള്, കാൽമുട്ട്, കൈമുട്ട്, ഇതുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് വരും. എനിക്കിനി ഇവിടെയൊക്കെ ഒരു ഇച്ചിരി തൊലി പോവാനുള്ളൂ, ബാക്കിയൊക്കെ വെളുത്തു. അപ്പോ കാൽമുട്ട്, കൈമുട്ട്, കാലിന്റെ വിരലുകള്, ചുണ്ട്, മൂക്കിന്റെ ഈ ഭാഗം, കണ്ണ്, പുരികത്തിന്റെ സൈഡില്, ഈ നെറ്റിയില്. പിന്നെ അതുപോലെ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്ലഡില്, ശരീരത്തിലുള്ള മെലാനിൻ എന്ന് പറയുന്ന നമ്മുടെ സ്കിന്നിന്റെ സ്വാഭാവിക നിറം, അതായത് ഇപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഒരു നിറം ഉണ്ടല്ലോ, ആ നിറം നൽകുന്ന മെലാനിന്റെ അളവ് കുറയുന്ന ഭാഗങ്ങളിലാണ് ഈ വെള്ളപ്പാണ്ടായിട്ട് വരുന്നത്. ആ വെള്ളപ്പാണ്ട് നമുക്ക് തലയിലും വരാം. എനിക്ക് തലയിലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഭാഗങ്ങളിലുള്ള മുടി നമുക്ക് പെട്ടെന്ന് തന്നെ നരയ്ക്കും. ഇതൊക്കെയാണ് ഒരു ഏകദേശം വരുന്ന ഒരു ഏരിയകൾ നമ്മുടെ ബോഡിയിൽ. പിന്നെ എനിക്കിനി പറയാനുള്ളത്, ഇത് വന്നവരോട് ടെൻഷൻ അടിക്കല്ലേ, വിഷമിക്കല്ലേ. ഒന്നും അല്ല. ഞാൻ എത്രയോ വീഡിയോകളിൽ പറയുന്നുണ്ട്, ഇത് വിഷമിക്കാനുള്ള ഒരു സംഭവമേ അല്ല. നിങ്ങൾ ഇത് ആലോചിച്ചിട്ട് നിങ്ങളുടെ ദിവസങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും നശിപ്പിച്ച് കളയരുത്. നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ഇല്ലാതാക്കി കളയരുത്. നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഇനി കല്യാണം കഴിയാത്തവരാണെങ്കിൽ കുടുംബ ജീവിതമുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കോളേജ്, ജോലി, ഓഫീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വർക്കിന് പോണവരാണെങ്കിൽ അങ്ങനെ ഒക്കെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു അസുഖമില്ല, അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. ഞാനൊക്കെ ഇത് അനുഭവിച്ചത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം എനിക്ക് കൂടുതൽ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആർക്കും താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. ഞാനപ്പൊ അത് റിമൂവ് ചെയ്തു. പിന്നെന്ന് വെച്ചാൽ എനിക്ക് അതിൽ 1-2 ബാഡ് കമന്റ്സ് വന്നു. ദൈവത്തെ ആലോചിച്ചിട്ട് അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്,
ഞാനതിൽ പറഞ്ഞു, ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടായത് എന്താന്ന് വെച്ചാല്, ഞാനൊരു വിറ്റലിഗോ സർവൈവർ, അത് അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണിത്. ദൈവത്തെ ആലോചിച്ചൊരു ബാഡ് കമന്റ്സും വൃത്തികെട്ട വാക്കുകളും ഉപയോഗിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എന്നെ എന്നല്ല, ലോകത്തുള്ള ഒരു പെണ്ണുങ്ങളെയും ഈ വക രീതിയിലുള്ള വർത്തമാനങ്ങൾ കൊണ്ട് വേദനിപ്പിക്കരുത് എന്ന് ഞാൻ ആദ്യമേ പറയാം. രണ്ടുപേരാണ് എന്നോട് മോശമായിട്ട് അതിൽ പറഞ്ഞത്. രണ്ടുപേരുടെയും പേര് ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല. ഇപ്പം ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അതൊന്നും താങ്ങാനുള്ള ഒരു മനഃശക്തി ഒന്നുമില്ല. കാരണം അത്രയും വൃത്തികെട്ട രീതിയിലുള്ള രണ്ട് കാര്യങ്ങളാണ് അവർ അതിൽ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള, വീട്ടിലുള്ളവരെ ഓർക്കുക, അമ്മയും പെങ്ങന്മാരെയും കൂടെ പറഞ്ഞവരെയൊക്കെ ഒന്ന് ഓർക്കുക. എന്നിട്ട് ബാക്കിയുള്ള സ്ത്രീകളോട് ഇങ്ങനെയുള്ള രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെയുള്ളവരെ മാത്രം കരുതി തുടങ്ങിയ വീഡിയോ ആണ്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി. അല്ലാത്തവര് ആര് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ. എനിക്ക് ഇതിൽ നിന്നും 10 പൈസ വരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി എപ്പോ കിട്ടും എന്ന് അറിയില്ല. ഞാൻ അത് മാത്രം എയിം ചെയ്ത് തുടങ്ങിയ ഒരു ചാനലും അല്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരിക്കുക, അടിപൊളിയായിട്ട് ജീവിക്കുക. അപ്പൊ